ഞങ്ങള് പോയിട്ടാ ഇതൊന്നും അതെന്തായാലും വരൂടാ. റഫീഖിൻ്റെ ലഗേജും വാങ്ങി ഞങ്ങളെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഈ യാത്ര വളരെ അപ്രതീക്ഷിതമായിരുന്നു. തലേ ദിവസമാണ് യാത്രക്കുള്ള ടിക്കറ്റ് പോലും എടുക്കുന്നത്. എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് സ്വന്തം ആരിഫ്ക. പ്രവാസിയായിട്ട് നാട്ടിൽ പോയിട്ട് 2 വർഷമാകാറായ എനിക്ക് ഇതൊരു ഗംഭീരം ഡിസ്ട്രിക്റ്റ്. നാട്ടിൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. ഇത് അബുദാബി എയർപോർട്ട്. ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാം ഉറക്കത്തിലാണ്. ബോർഡിംഗ് പാസ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്നത് ഒരു വലിയ സ്പ്രേ ഷോപ്പുമായൊരു സെറ്റ്. ഹർഷക്ക് നല്ല മൂഡ്. ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുള്ളൂ. വലിയ കോമഡി എന്താ വെച്ചാൽ ആർക്കും അറിയില്ല എന്നുള്ളത്. എന്നാലും രസം എന്താ അറിയോ, വേറെ ആരെങ്കിലും പോയി അവിടെ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടുണ്ടാവോ? ഇല്ല, നമുക്ക് നോക്കാം. കറൻസി എക്സ്ചേഞ്ച് അവിടെ അശോ ഒട്ടക നോക്കാം. ഒട്ടക എയർപോർട്ടിനകത്ത് സ്മോക്കിംഗ് ക്യാബ് കണ്ടു. ഈ വലിക്കണോന്ന് അതിൻ്റെ ഉള്ളിൽ പോയി വലിച്ചാൽ പുറത്തേക്കോട്ട് സ്മോക്ക് വരത്തില്ല, സ്മെല്ലും വരത്തില്ല. അത് നല്ല രസമായി തോന്നി. പക്ഷേ വീഡിയോ എടുക്കാൻ അവിടെ കുറേ ആൾക്കാരുണ്ട്. അച്ഛോ ഈ 25 ഗേറ്റിലേക്കാണ് ഞങ്ങൾ എത്തേണ്ടത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലോകം കേട്ടോ, വലിയ സ്മോക്കിംഗ് ക്യാബിൻ. ഇതിനകത്ത് നിന്ന് വലിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കൊള്ളാം. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത് വിമാനത്തിലോട്ട്. ഞാൻ ENT ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ENT ഡോക്ടർ പറയും ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താവുമ്പോഴും എയർ പ്രഷർ ചേഞ്ച് വരും. അപ്പോൾ നമ്മളെ ഇയർ ഡ്രമ്മിനെ ബാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുയിങ്കം അല്ലെങ്കിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളും അങ്ങനെ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കൂടെയുള്ള വൈഫിനോ അതുപോലെ കുഞ്ഞാവക്കോ വലിയ പ്രശ്നം തോന്നിയില്ല. ഏതായാലും ആ ഒരു ടിപ്പ് നിങ്ങളും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അർഷുവിൻ്റെ കലാവിരുതും അവനായിട്ട് കളിച്ചും അങ്ങനെ സമയം ചെലവഴിച്ച് അവസാനം നാട് കാണുമ്പോഴുള്ള ആ ഫീല്, അതൊരു വല്ലാത്ത ഫീൽ തന്നെ. ഏതായാലും ലാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ജർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തായാലും അടിപൊളിയായിട്ട് ലാൻഡ് ചെയ്തു.
അർഷ്യ അങ്ങനെ നമ്മളെവിടെ എത്തി? കോഴിക്കോട് മാനത്താളത്തിലെത്തി. എന്തല്ലേ ഈ നാട്ടിൽ വന്നിട്ട്. കോഴിക്കോട് എയർപോർട്ടിനടുത്തുള്ള കൂട്ടുകാരനെയും കൂട്ടി ആദ്യം പോയത് ഉപ്പാൻ്റെ അടുത്തേക്ക്. ആരോടും പറഞ്ഞില്ല. ഉപ്പാനെയും ആപ്പാനെയും കണ്ട് നേരെ വീട്ടിലോട്ട്. ഉപ്പ ഉമ്മച്ചിക്ക് വിവരം കൊടുത്തത് കാരണം ഉമ്മച്ചി ഞങ്ങളെയും പ്രതീക്ഷിച്ച് വാതിൽപ്പടി തന്നെ ഉണ്ടായിരുന്നു. ഒരാളോട് വിളിച്ചു നോക്കണേ. ഇവിടെ എന്താ എന്താണ് അനക്കെന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്? ഇല്ലല്ലേ ആർക്കോ മറ്റോണ്ട് കോണി ഇറങ്ങിയിട്ടൊരു വരവ്. അപ്പൊ തൊണ്ണോക്കാം തൊട്ടോക്കാം മതി. കേരളത്തിലെ ദേശീയ വാഹനമായ ഓട്ടോയിലാണ് ഞാനിപ്പോൾ പടപ്പറമ്പിനടുത്തുള്ള നല്ല അടിപൊളി ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ് എൻ്റെ. ഫുള്ള് റബ്ബർ കാടിൻ്റെ അടിയിൽ കൂടെ കുറേ വളവും തിരിവൊക്കെ. പിറ്റേ ദിവസം നേരെ പെങ്ങളി ആളിനെയും കാണാൻ അവരെ വീട്ടിലോട്ട്. ഇതും നല്ലൊരു അടിപൊളി ഇഷ്ടപ്പെട്ട ഏരിയയാണ്. ഒരുപാട് മരങ്ങളും ഇതൊക്കെ. ഞാൻ എൻ്റെ സൈക്ലിങ് കോട്ടക്കൽ ഹോസ്പിറ്റലിലേക്ക് സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണിത്. നല്ല സ്ലോ ഇത് പോകും. വട്ടപ്പറമ്പ് കഴിഞ്ഞ് പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴി നല്ലൊരു അടിപൊളി കൊക്ക ഫീല്, നമ്മളെ ചുരം കയറുന്ന ഫീലിൽ ഒരു റോഡുണ്ട്. ദാണ്ടെ ആ ഏരിയ നല്ല അടിപൊളി ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആയിരുന്നു. ഞാൻ എൻ്റെ ഒരു മൗണ്ടൻ ബൈക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ഏരിയ കൂടെ ഫുള്ള് ഒരു അടിപൊളി സൈക്കിൾ ഓടി പോയിട്ടുണ്ട്. നല്ലൊരു ഫീൽ ഏരിയയാണ്. പെങ്ങൾക്കും ആളിയനും ഞാൻ നാട്ടിൽ വന്നവരെ അറിയില്ലല്ലോ. സർപ്രൈസ് പ്ലാനിന് കട്ട സപ്പോർട്ടായിട്ട് ഒപ്പമുള്ള പെങ്ങൾ സർപ്രൈസ് പ്ലാനായിട്ടാണ് ഞങ്ങളെ ഉമ്മച്ചി ശശിയാക്കി. അയ്യോ അതെങ്ങനെ അറിഞ്ഞു? ചമ്മി പോയടാ. ഉരിപ്പ് ഇമ്മാനൊക്കെ വേണ്ട പടി. ഇവർക്ക് നാണം വന്ന് എവിടെ സ്വപ്നത്തിലാണ് നിങ്ങൾ ഇങ്ങനെ
ഏതാ പോന്? ഞാനോ 20. ഇത് മോനും കസിനാണ്. ഇത് ഞങ്ങളെ കഞ്ചാവ് അടിച്ച് മാറ്റല്ലേ. കരിഞ്ചാപ്പാടി തറവാടെത്തിയെങ്കിലും മനസ്സ് മുഴുവൻ ഉമ്മമ്മയെ കുറിച്ചായിരുന്നു. മോനിനെ കൂട്ടി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിൽ നശിച്ച കോവിഡ് എന്ന ആ മഹാമാരി ഉള്ളിലൊരു വിങ്ങലായി. ഉമ്മമ്മാൻ്റെ കബറിൽ കുറച്ച് സമയം ചെലവഴിച്ച് തിരികെ തറവാട്ടിലേക്ക്. എനിക്ക് ഓർക്കാനുള്ള എന്താ അറിയും, ഒരു ദിവസം ഇപ്പപ്പ ലീഗിൻ്റെ പരിപാടിക്ക് എന്തിനാ പോയി. രാത്രി കുറേ നേരം വൈകിട്ടാണ് വരിക എന്നാണ്. അപ്പോൾ ഇമ്മമ്മ കുറേ നേരം കാത്തു നിന്നിട്ട് വന്നില്ല. അപ്പോൾ ഉമ്മമ്മ ഇനിയും പേടിക്ക് കിടത്തിക്കാണ്ട് വാതിൽ പൂട്ടിക്കാണ്ട് കടന്നുറങ്ങിട്ടാ. രാത്രി 1 മണി 2 മണി കഴിഞ്ഞിട്ടാണ് ഇപ്പപ്പ വരുന്നത്. ഇപ്പപ്പ വന്നുകാണ്ട് വാതിലുമ്മ കുറേ മുട്ടി. ഇതിൽ ഉമ്മമ്മക്ക് കീറടിച്ച്, നിങ്ങൾ കുറേ നേരം വൈകിട്ടില്ല, നീ അവിടെ ഇരുന്നോളി ഇറങ്ങാണ്ട് ഉമ്മമ്മ തിരിച്ചും ചീത്താണ്. എന്നിട്ട് ഇപ്പം വായ കുറേ നേരം പുറത്തിട്ട് കീറടിപ്പിച്ച് അവസാനം വായ തുറന്നിട്ട് ചോറും കറിയൊക്കെ എടുത്തിട്ട് കറിയും ചോറൊക്കെ തണുത്തീനിട്ടു. അപ്പോൾ പപ്പാക്ക് കീറടിച്ച്. ഇത് പപ്പ കറിയാരൊറ്റ വീസല. ഞാൻ കിടക്കില്ല അവിടെ കിടക്കില്ല. ഇപ്പയും ഇമ്മമ്മയും ഞാനും അവിടെ കിടക്കാവും. ഞങ്ങളെ മേത്തിക്കാണ് വീശി. അപ്പോൾ കിടക്കേക്ക് ഞാൻ ഒന്നിറങ്ങിയിട്ടല്ല ഉറക്കത്തിനാണ്. സ്വപ്നത്തിനുണ്ട് നമ്മളെ കക്കരിക്ക ചാറില്ലേ, ഈ ചാറൊക്കെ തൊള്ളിക്ക് വരുന്നു ഉറക്കത്തിൻ്റെ സ്വപ്നത്തിന്. ഞാൻ വിചാരിച്ചിട്ടുണ്ടോ, പിന്നെ കണ്ണൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര ചീത്തൊക്കെ പറഞ്ഞിരിക്കുക. ഞാൻ അതാണ് ആദ്യം ആലോചിച്ചപ്പോൾ മതിക്ക്. ഇതൊക്കെ രസം. ഇവിടെ അത് പൊന്നാമ ഉണ്ടായിന് തോന്നി. ഞങ്ങൾ കുറച്ച് കണ്ടിട്ട് ചീത്ത. പിന്നെ അവിടെ ഒരു മൾബറി ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടല്ലേ. ഇവിടുന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. ഇവിടുന്ന് 2004 5 മലമ്പാമ്പ്. നമ്മളെ മാനാപ്പാൻ്റെ തൊടൻ്റെ വലിപ്പമുണ്ട് ആ പാമ്പിൻ്റെ ഇത്. എന്നിട്ട് നമ്മളെ വൈക്കടവ് പോസ്റ്റില്ലേ, അവിടെ കുറേ ദിവസം കെട്ടിട്ടീനെ. തിരികെ തറവാട്ടിലെത്തുമ്പോൾ കുഞ്ഞുറച്ചു നമ്മളെ ഉപ്പാന്റെ കൂടെ ഉണ്ട്. ഉപ്പാക്ക് ഉമ്മ എടുത്തന്നാ. ഉമ്മ 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 ഇപ്പൊ പാനിട്ട ആ മുട്ടായി അഞ്ഞി ചെന്ന ചെന്നക്ക എങ്ങനെ വാങ്ങിയാ മതി. അവനെ ഉറക്കത്തില് വലിച്ചിപ്പിച്ചിട്ട് ഓ എന്റെ വാപ്പാ നീ എന്താ നോ ബായ് ഉമ്മ. ഓ സലാം കാട്ടിക്ക ഉമ്മ. ഓ ഉമ്മയാണ്. ഈ ഒരു നാട്ടുപോക്ക് വീഡിയോ ഇനിയും ഒത്തിരി ഉള്ളതുകൊണ്ട് ഇത് പാർട്ട് 1. അപ്പോൾ പാർട്ട് 2 കാണാം.